ലിവർപൂൾ ആർ സോ ലക്കി. സത്യം, അവസാനത്തെ 2 മിനിറ്റത്തെ ചാൻസ് ആസ്റ്റൺ വില്ല യൂട്ടിലൈസ് ചെയ്യുമായിരുന്നെങ്കിൽ ഇന്ന് ആസ്റ്റൺ വില്ലയിൽ നിന്ന് ലിവർപൂളിന് 1 പോയിന്റ് പോലും എടുക്കാതെ പോകേണ്ടി വന്നേനെ. വെൽക്കം ടു ജോ ടോക്സ് ഫുട്ബോൾ. നമ്മളിത് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ആസ്റ്റൺ വില്ല വേഴ്സസ് ലിവർപൂൾ ഗെയിമാണ്. ലിവർപൂൾ ഈ ഗെയിം ഫസ്റ്റ് ഹാഫ് വളരെ സ്ട്രോങ് ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. അതിന്റെ റിസൾട്ടും അവർ കാണുകയും ചെയ്തു. നല്ല ഹൈ പ്രസ് എല്ലാം. മിസ്റ്റേക്ക് ഫ്രം ആസ്റ്റൺ വില്ല പ്ലെയർ. അത് ജോട്ടയാണെങ്കിൽ സാലയ്ക്ക് പാസ് ചെയ്യുന്നു. സാല നല്ല കൂളായിട്ട് ഫിനിഷ് ചെയ്യുന്നു. ആ ഫസ്റ്റ് ഗോൾ കഴിഞ്ഞ പിന്നെ ലിവർപൂൾ ഒന്ന് സിറ്റ് ബാക്ക് ചെയ്യാൻ തുടങ്ങി. ഓക്കെ, ലെറ്റ്സ് ബി സെൻസിബിൾ എന്നുള്ള രീതിയിലുള്ള ഒരു പ്ലേ തന്നെയാണെന്ന് നമുക്ക് ഈസി ആയിട്ട് മനസ്സിലായി. പക്ഷെ അത് അവർക്ക് ബാക്ക് ഫയർ ചെയ്യുകയാണ് ചെയ്തത്. റാഷ്ഫോർഡ് ഒരു അറ്റാക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നിന്ന് നട്ട്ബഗ് ചെയ്യാൻ ജോട്ടനെ ശ്രമിക്കുന്നു. ജോട്ട ഫൗൾ ചെയ്യുന്നു റാഷ്ഫോർഡിന് ഫ്രീ കിക്ക് കിട്ടുന്നു. റാഷ്ഫോർഡ് ആ ഫ്രീ കിക്ക് എടുക്കുന്നു. ഫ്രീ കിക്ക് വന്ന് വീഴുന്നു. അവിടെ ഇവിടെയും തട്ടിയിട്ട് നേരെ ടീലിസ്മന്റെ കാലിലേക്ക് വരുന്നു. ടീലിസ്മൻ ഷൂട്ട് ചെയ്യുന്നു. അങ്ങനെ ആസ്റ്റൺ വില്ല ഈക്വലൈസ് ചെയ്യുന്നു. അവിടെ തീരുന്നില്ല. ഈക്വലൈസ് ചെയ്ത് കഴിഞ്ഞ് പിന്നെ രണ്ടാമത്തെ ഒരു ചാൻസ് കിട്ടുന്നു ഓലി വാട്കിൻസിന്. മനോഹരമായ ഹെഡർ. അങ്ങനെ ആസ്റ്റൺ വില്ല 2-1 എന്ന് പറഞ്ഞ് ഫസ്റ്റ് ഹാഫ് ഫിനിഷ് ചെയ്യുകയാണ്. ഫസ്റ്റ് ഹാഫ് ഫിനിഷ് ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. 45 മിനിറ്റ്സിലെ എക്സ്ട്രാ ടൈമിൽ വെച്ചിട്ടാണ് ഓലി വാട്കിൻസ് ആ ഹെഡർ അടിക്കുന്നത്. 3 മിനിറ്റാണ് എക്സ്ട്രാ ടൈം കൊടുത്തത്. 3 മിനിറ്റിന്റെ ആവശ്യം എന്തായിരുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല. സെക്കൻഡ് ഹാഫ് ഫസ്റ്റ് ഹാഫ് എങ്ങനെ സ്റ്റാർട്ട് ചെയ്തു അതുപോലെ തന്നെ ലിവർപൂൾ സ്റ്റാർട്ട് ചെയ്യുന്നു. വളരെ ഫാസ്റ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു. അതിന്റെ റിസൾട്ട് താമസിക്കാതെ തന്നെ അവർ കാണുകയും ചെയ്യുന്നു. സാല അർണോൾഡിന് ഒരു പാസ് കൊടുക്കുന്നു. അർണോൾഡ് ഒരു ഷൂട്ട് അടിക്കുന്നു. അത് ഡിഫ്ലക്ട് ചെയ്ത് ഗോളാവുന്നു. അങ്ങനെ ലിവർപൂൾ ഈക്വലൈസ് ചെയ്യുകയാണ്. 2-2 അറൌണ്ട് 68 മിനിറ്റ് മാർക്കിൽ ഈക്വലൈസ് ചെയ്യുകയാണ്. ഇപ്പോഴും ആസ്റ്റൺ വില്ലയും കുറെ പോസിറ്റീവ് ചേഞ്ചസ് നടത്തുന്നു. 2 പേർക്കും ആ ഗെയിം ജയിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ കളി കണ്ടതോളം ആസ്റ്റൺ വില്ലയ്ക്കാണ് കൂടുതൽ ജയിക്കേണ്ടതെന്ന് തോന്നിപ്പോയി. നൂനേസിന് ഒരു ഓപ്പൺ ഗോൾ എന്ന് തന്നെ പറയാം. അതുപോലെ ഒരു ചാൻസ് കിട്ടുന്നു. അത് പുള്ളി മിസ് ചെയ്യുന്നു. നൂനേസ് ഈസ് എ പ്ലെയർ ദാറ്റ് ഐ ലൈക്ക്. പക്ഷെ പുള്ളിക്കാരന്റെ ഈ വക മിസ്സസ് എന്നൊക്കെ പറയുന്നത് ഇറ്റ് കോസ്റ്റിംഗ് ഗെയിംസ് ലൈക്ക് ദിസ്. അതൊരു പ്രശ്നം തന്നെയാണ്. അങ്ങനെ ആ ഗെയിം 90-ാമത്തെ മിനിറ്റിലെത്തുന്നു. 95 മിനിറ്റ് വരെയും ഗെയിം നീളുന്നു. ഉനായ് എമറി അപ്പോഴും ചേഞ്ചസ് വരുത്തിക്കൊണ്ടിരിക്കുന്നു. ആസ്റ്റൺ വില്ല ലുക്ക് ലൈക്ക് എ ടീം ദേ റിയലി വാണ്ടഡ് ടു വിൻ ദിസ് ഗെയിം. കാരണം ലാസ്റ്റ് മിനിറ്റ് ഒക്കെ എത്തിയപ്പം ദേ വർ ലൈക്ക് വിൻ ഓർ നത്തിങ് എന്നുള്ള ഒരു മൈൻഡിലായിരുന്നു അവര്. ദേ ഡിഡ്ന്റ് ഈവൻ കെയർ ഇഫ് ദേ ലൂസ് ദിസ് പോയിന്റ്. നിങ്ങളൊരു കാര്യം ഇങ്ങനെ ഇറ്റ്സ് എ ഡ്രോ 2-2 എന്നാണ്. അപ്പം ആ സമയത്ത് ഒരു പോയിന്റും കൊണ്ട് അങ്ങ് പോവാം എന്നുള്ളൊരു മൈൻഡ് അല്ലായിരുന്നു ആസ്റ്റൺ വില്ലയ്ക്ക്. ദാറ്റ്സ് എ സ്മോൾ ടീം മെന്റാലിറ്റി. അത് കാണിച്ചേ ഇല്ല. ആസ്റ്റൺ വില്ല വാസ് അറ്റാക്കിംഗ് അൺടിൽ ദ 95th മിനിറ്റ്. ലാസ്റ്റ് 2 മിനിറ്റിൽ ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞിട്ട് കൂട്ട് തന്നെ 2 ചാൻസ് കിട്ടുന്നു. 2 ചാൻസും കൺവേർട്ട് ചെയ്യാൻ പറ്റാതെ വരുന്നു. ഉനായ് എമറി സൈഡിലായിരുന്നു എന്നൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ no use. So the game finished Aston Villa 2, Liverpool 2. So what does this mean for the title challenge? എവർട്ടൺ വേഴ്സസ് ലിവർപൂൾ ഗെയിം കളിക്കുന്നതിന് മുമ്പ് ലിവർപൂളിന് 6 പോയിന്റ് ഒരു ഗെയിം ഇൻ ഹാൻഡ് ആയിരുന്നു. ആ ഗെയിം ഇൻ ഹാൻഡ് 1 പോയിന്റ് ആയിട്ട് മാറ്റാനേ പറ്റുന്നുള്ളൂ. അപ്പം 7 പോയിന്റ് ആയിട്ട് മാറുന്നു. ഇപ്പോൾ അടുത്ത 2 പോയിന്റ് കൂടെ മിസ്സാക്കിയിരിക്കുന്നു. അങ്ങനെ കഴിഞ്ഞ 3 കളികളിൽ നിന്ന് 4 പോയിന്റ് ഡ്രോപ്പ് ചെയ്തിരിക്കുകയാണ് ലിവർപൂൾ. ക്യാൻ ആർസണൽ ക്യാപിറ്റലൈസ് ദിസ് സിറ്റുവേഷൻ? ഇതാണ് ക്വസ്റ്റ്യൻ. കാരണം ആർസണൽ ഒരുപാട് ഇഞ്ചുറീസ് ഉണ്ട്. സാക്ക, മാർട്ടിനെല്ലി, കൈ ഹാവേർട്സ്, അങ്ങനെ ഹേസൂസ്, അങ്ങനെ ഒരുപാട് ഇഞ്ചുറീസ് ഉണ്ട്. ഇപ്പൊ ഒരു പ്രോപ്പർ സ്ട്രൈക്കർ ഇല്ലാത്തത് കൊണ്ട് മിക്കൽ മെറീനോ എന്നൊരു എക്സ്പെരിമെന്റ് വെച്ച് ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആർസണലിന് വെസ്റ്റ് ഹാമിനെ തോൽപ്പിക്കാൻ പറ്റുമോ? എന്നിട്ട് ഈ ഗ്യാപ്പ് അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമോ? വി ഓൾ ഹാവ് ടു വെയിറ്റ് ആൻഡ് സീ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക. ഇതുപോലെ കൂടുതൽ കോണ്ടന്റ്സ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.